ഹലോ ഗൈസ്, ഐ നോബഡി മൂവി കണ്ടു. ഇതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം പ്രതീക്ഷ നൽകിയ ഒരു മൂവിയായിരുന്നു. കാരണം അതിനകത്ത് തന്നെ ഒരു ത്രില്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ കണ്ടിറങ്ങിയപ്പം നമ്മൾ എന്താണോ ട്രെയിലറിൽ കണ്ടത്, ആ ഒരു ത്രില്ല്, ട്രെയിലറിൽ കണ്ട ത്രില്ല് കംപ്ലീറ്റ് മൂവിയിൽ എന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് ഓർക്കുന്നില്ല, എത്രയായിരുന്നാലും ആ കംപ്ലീറ്റ് മൂവിയിൽ ആ ത്രില്ല് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. പടം കിടിലൻ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലൻ പടം. കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയുടെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ നോക്കുവാണെങ്കിൽ അത് 100 അല്ല 150% നീതി പുലർത്തുന്ന പടം. കിടിലൻ പടം, ഒന്നും പറയാനില്ല. കിടിലൻ പടം. സ്റ്റാറിങ് പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, പിന്നെ 2 പിള്ളേർ, കുറെ പോലീസുകാർ, നാട്ടുകാർ, ജനങ്ങൾ, ഈ കേരളത്തിലുള്ള എല്ലാവരും ഇതിനകത്ത് സ്റ്റാറിങ് ആണ്. പക്ഷെ പൃഥ്വിരാജ് എന്റെ പൊന്നെ മരിച്ച് അഭിനയിക്കുക, പട്ടിപ്പണി എടുക്കാന്നൊക്കെ പറയത്തില്ലയോ, അമ്മാതിരി പണി എടുത്തിട്ടുണ്ട് പൃഥ്വിരാജിനകത്ത്. മരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മരണാഭിനയം. തല്ലുകൊള്ളുന്നതിനും കൊടുക്കുന്നതിനും കണക്കില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 ആൾക്കാരുണ്ട്. ഡയറക്ടറായിട്ടുള്ള നിസാം ബഷീർ. പുള്ളി തൊട്ട് മുമ്പ് ചെയ്തു വെച്ച വർക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് റോഷാക്ക്, 2 കെട്ടിയോളാണ് എന്റെ മാലാക. രണ്ടും സൂപ്പർ പടങ്ങളാണ്. ഓരോ പടവും ഓരോ രീതിയിലാണ് പുള്ളിയുടെ. പിന്നെ റൈറ്റർ സമീർ അബ്ദുൾ, റോഷാക്ക് പുള്ളിയാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് വിജയ്, നമ്മുടെ മലയാളത്തിൽ അനിരുദ്ധാണ് പുള്ളി. അറിഞ്ഞു പണിത് വെച്ചിട്ടുണ്ട്. എന്താണോ പടത്തിന് ആവശ്യം, എന്താണോ, ഒരു അലമ്പൊന്നും ഇല്ല. നമ്മൾ മറ്റേനകത്ത് തലവരിക്കുന്ന, മറ്റേ കാട്ടാളത്തിനകത്ത് തലവരിക്കുന്ന ഐറ്റംസ് ഒന്നും ഇല്ല. ഈ പടം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അത് 100, 150 അല്ല, അതിനേക്കാളും മേളി പുള്ളി പണിത് വെച്ചിട്ടുണ്ട്. അയ്യോ, അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്ന അറിയത്തില്ല. ആ ത്രില്ലിന്റെ ഇടയിൽ കൂടെ നമ്മൾ അതും എല്ലാം കൂടി ഇങ്ങനെ ഒഴുകിയങ്ങ് നടക്കുകയാണ്. മറ്റേ കാട്ടാള സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് വലിയ തലമൂത്ത പുള്ളിയെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിച്ചിട്ട് അയ്യോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാരണം തല വീർത്ത് സിനിമ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ രീതിയിലൊക്കെ ആയി. പക്ഷെ ഇതങ്ങനല്ല. ഇങ്ങനെയാണ് പണിയേണ്ടത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റോറി. ഫസ്റ്റ് ഹാഫ് ഒരു ജോണർ, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ജോണർ ഷിഫ്റ്റ് വരുന്നുണ്ട്. ചെറിയ ജോണർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം ബേസിക് ത്രെഡ് അത് തന്നെ, പക്ഷെ വേറെ രീതിയിലോട്ട് സാധനം പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പടം തുടങ്ങിയത് ഞാൻ വിചാരിച്ച് എന്തോ ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതന്മാർക്ക് വല്ല മാറിയിട്ടത് വല്ലതും ആണോടെ. കാര്യം മറ്റേ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്തൂടെ വന്നിട്ട് ശ്വാസകോശം പോസ്റ്റ്പോൺ ചെയ്യില്ല, അതല്ല, വേറെ 1-2 എണ്ണ് ലോങ് ബ്രീത്ത് എടുക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഓഡിയോ വല്ലതും മാറിയ ഇത് വേറെ എന്തെങ്കിലും ആണോ നിങ്ങൾ സംശയിച്ചു വന്നപ്പോഴാണ് അത് പടം തുടങ്ങുമായിരുന്നു. അതങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം അത് അയ്യോ, പിന്നെ അങ്ങോട്ട് നടക്കുന്നതെല്ലാം എന്തൊക്കെയാ നടക്കുന്നത്. 3 അവന്മാര് മാസ് കാണിച്ച് വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടമാവുന്നു. ഇതൊക്കെ ആദ്യത്തെ 2-3 മിനിറ്റ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സ്പോയിലർ ഒന്നും അല്ല. ഓക്കെ, ഈ സിനിമയ്ക്ക് നമ്മുടെ മറുനാടൻ മലയാളിയെ അയ്യോ കണക്കിന് ട്രോളുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ട്രോളി വിടുന്നുണ്ട്. പക്ഷെ പടം തീരുമ്പോ അത് ട്രോളിനകത്ത് കാര്യമില്ലെന്ന് മനസ്സിലാവും. പടം തീരുമ്പോ അത് ട്രോൾ അല്ലായിരുന്നു എന്ന് മനസ്സിലാവും പടം തീരുമ്പോ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ആവുന്നത്, സോഷ്യൽ മീഡിയ എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ 24 ഹാഷ്മി ഉണ്ട്. ഹാഷ്മി റിപ്പോർട്ടറായിട്ട് തന്നെ ഒരു ന്യൂസിനെ മറയ്ക്കാൻ വേണ്ടി മറ്റൊരു ന്യൂസിനെ എടുത്തിടുന്നത്, അന്നേരം മറ്റേ ആൾക്ക് പ്രാധാന്യം ഇല്ലാതാവുന്നത് അല്ല. നമ്മുടെ നാട്ടിൽ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പണിതേക്കുന്ന ഒരു ഐറ്റം എല്ലാം ഉണ്ട്. ഇത് കംപ്ലീറ്റ് കേരളമാണ് മൊത്തം. ഇതിന്റെ അകത്ത് മെയിൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ പണിയെടുത്തേക്കുന്നത്, പട്ടിപ്പണി എടുത്തേക്കുന്നത് പൃഥ്വിരാജ് ആണെങ്കിലും കൂടെ കട്ടയ്ക്ക് നിന്ന പാർവതി തിരുവോത്ത് ആൻഡ് 2 പിള്ളേര്, അവരെയും നമ്മൾ ഈ സമയത്ത് പ്രശംസിക്കേണ്ടതാണ്. നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ബോറടി എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് അടിച്ചിട്ടില്ല. ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ബോറടിച്ചിട്ടില്ല. പടം തുടങ്ങിയ തൊട്ട് എൻഡ് ചെയ്യുന്നത് വരെ മൊത്തം എഴുതി കാണിച്ച് സ്ക്രീൻ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ എണീറ്റ് പോയത് അവിടുന്ന്. കാര്യം എനിക്ക് ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ബാക്കി വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ഓൺ ത്രിൽ ഐറ്റം. സൂപ്പർ പടം. പിന്നെ അൺവാണ്ടഡ് ആയിട്ട് ഒരു ഫൈറ്റ് ഇതിന്റെ ഇടയ്ക്ക് കുത്തി കയറ്റിയ പോലെ തോന്നി. ഫൈറ്റ് പൊളിയാണ്. ഫൈറ്റിനെ ഫൈറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഫൈറ്റ് പൊളി സാധനം, പൊളി ഫൈറ്റ് ആണ്. ഇതിനകത്ത് ഫൈറ്റ് ഒക്കെ കിടിലൻ ഫൈറ്റ്. ഇല്ല ബാക്കിൽ ക്യൂ നിന്നിട്ട് വന്ന് നിരന്ന് നിൽക്കുന്ന അടി അമ്മാതിരി ഒന്നുമില്ല. ഒരു 10 പേരെ അടിച്ചിടുന്ന സീൻ കാണിക്കുവാണെങ്കിൽ അതിനകത്തൊരു ലോജിക്ക് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഫൈറ്റ് കൊറിയോഗ്രാഫർ ഒക്കെ സൂപ്പർ പരിപാടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കിടിലൻ ഫൈറ്റ് ആണ്. പക്ഷെ ഒരു ഫൈറ്റ് ഇവിടെ ഇച്ചിരി അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്സ് ഉണ്ട്. കാര്യം ഈ സിനിമയ്ക്കകത്ത് കോളിന്റെ റെക്കോർഡ് എടുക്കുന്ന പരിപാടിയില്ല. ടവർ ലൊക്കേഷൻ വെച്ചിട്ട് കോൾ ട്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോൺ ട്രാക്ക് ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. അതൊക്കെ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ സിനിമയുടെ ആസ്വാദനത്തെ ഈ കാര്യങ്ങളൊന്നും ബാധിക്കുന്നതല്ല. മെയിൻ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വിക്ടിം ആവുന്നു, വിക്ടിം പിന്നെ പ്രതിയാവുന്നു, പിന്നെയും വിക്ടിം ആവുന്നു, ഇങ്ങനെ
സ്നാപ്പ് ചെയ്യുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പ്രതിയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അയാൾ ചിലപ്പം വിക്ടിം ആവും. ഈ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഏറ്റവും അവസാനം ഒരു മെസ്സേജ് കുറേ മെസ്സേജുകൾ തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഒരു ജോണറാണ്. അല്ലെങ്കിൽ ഈ കഥ ഭയങ്കര ഫ്രഷ് എന്നൊക്കെ പറയുന്നില്ല, നമ്മൾ കളിയാക്കി പറയുന്നതാണെങ്കിലും ഇതിനെ നമുക്ക് അങ്ങനെ പറയാം. ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല ഈ രീതിയിൽ വേറെ ഏതെങ്കിലും പടത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോ ഐഡിയ. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പലതരത്തിലുള്ള റോബറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ഒന്നും അല്ല, തുടക്കത്തെ 1 മിനിറ്റിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ബാങ്ക് കൊള്ളയടിക്കുന്ന റോബറിയും കാര്യങ്ങളൊക്കെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ വേറൊരു രീതി, അത് ആ ഒരു ജോണർ, ഓക്കെ, ആ ഒരു സാധനം ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല ഈ പടത്തിൽ കാണിച്ചേക്കുന്ന ആ ഒരു സാധനം വേറെ പടത്തിലുള്ളതുപോലെ. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. എന്താണെങ്കിലും പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടം, മസ്റ്റ് വാച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ്, പോയി കാണുക. ഫസ്റ്റ് ഷോ പോയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റി. ഒന്നും അറിയാതാണല്ലോ പോയത്, ഒരു മണ്ണാങ്കട്ട അറിയാതാണല്ലോ പോയത്. അതുകൊണ്ട് സോ പടം കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ശരി, ബൈ. ആൻഡ് ഒരു കാര്യം കൂടെ, ഏറ്റവും അവസാനം എങ്ങനെ എന്നൊരു ചോദ്യം. ഓക്കെ, സംഭവമൊക്കെ അവസാനം, പക്ഷെ എങ്ങനെ അതവിടെ എത്തി എന്നൊരു ചോദ്യം ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ചോദ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ശരി.